ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തേത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. സോ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്ന ആൾ പുതിയ ആളാണേ. ആ പഴയ ഫിഷ് ചത്തുപോയി. അപ്പോൾ ഞാനിത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ട ആളാണ്. ആൾ അമ്മയോടാണ് കൂടുതൽ പ്രിയം. നമ്മളൊന്നും ചെന്നാൽ വലിയ മൈൻഡില്ല. എന്നാലും ആൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഫിഷാണ് കേട്ടോ. സാധാരണ ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾ കുറച്ച് ഇനാക്റ്റീവായിരുന്നു. ആൾ ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ. ഇതങ്ങനെയല്ല, ഭയങ്കര ചാട്ടോ ഓട്ടമാണ്. കുറച്ച് നാളായിട്ട് ഞാൻ സ്കിന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് കെയർ ചെയ്യുന്നില്ലായിരുന്നു. ചില ഡൗൺ ഫേസ് ഉണ്ടല്ലോ, ചില സമയത്ത് എനിക്ക് ഒട്ടും ഒന്നും ശ്രദ്ധിക്കാൻ തോന്നുന്ന ഒരു മൈൻഡ് ഉണ്ടാവില്ല. സോ അങ്ങനെ കുറേ ദിവസം ആയപ്പോഴത്തേക്കും ഉണ്ടായത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അത്യാവശ്യം ഫേസ് മുഴുവനായിട്ടുണ്ട്. അതുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് യൂസിങ് ക്യൂർ സ്കിൻ എഗെയിൻ. എന്നാലേ പെട്ടെന്നൊന്നും നമ്മുടെ സ്കിൻ ഓക്കെ ആവത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ നിർത്തി വെച്ചേക്കായിരുന്നു. ഞാൻ പിന്നെ യൂസ് ചെയ്യാൻ ഇതാ മോർണിംഗ് ഞാൻ ഈ ഒരു ക്യൂർ സ്കിന്നിൻ്റെ ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് സെറാമൈഡ് കെയർ ക്രീം ഹൈഡ്രേറ്റ്സ് ആൻഡ് നറിഷസ്. ഇതിനകത്ത് ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്, സെറാമൈഡ്സ് ഉണ്ട്, ഒലീവ്സ് ഉണ്ട്. നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു 1 വീക്ക് യൂസ് ചെയ്യുമ്പോഴേ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു കുരുക്കളും എല്ലാം മാറി സ്കിൻ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ടാനൊക്കെയും പെട്ടെന്ന് മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ. നൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യൂർ സ്കിന്നിൻ്റെ മൾട്ടി ആക്റ്റീവ് കറക്റ്ററാണ്. നമ്മുടെ സ്കിന്നിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റി നല്ലൊരു ബ്രൈറ്റർ ഇഫക്റ്റ് തരും. ഇതിനകത്ത് കോജിക് ആസിഡും ആൽഫ ആർബുറ്റിനും നയസിനമൈഡുമാണ് അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഇവരുടെ സൂതിങ് ഹൈഡ്ര ജെല്ലുണ്ട്. ആൻഡ് ഐ റിയലി ലവ് ദാറ്റ് പ്രോഡക്റ്റ്. നമ്മുടെ സ്കിൻ നല്ല ഒരു ഗ്ലോയിങ് ഗ്ലാസ് സ്കിന്നാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റ്. ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ മൊബൈൽ നമ്പറും നമ്മളുടെ വയസ്സ്, പേര്, ജെൻഡർ ഒക്കെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ സ്കിന്നിനാണോ ഹെയറിനാണോ നമ്മളുടെ പ്രോബ്ലംസ് എന്നുള്ളത് നമ്മൾ അതിൽ ചൂസ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷനുണ്ട്. അത് ചൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡോക്ടറിനോട് സംസാരിക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അതിൽ നമ്മളുടെ കൺസേൺസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അതിനുശേഷം നമ്മളുടെ ഫേസിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ നമ്മൾക്ക് വേണ്ട പ്രോഡക്റ്റ്സ് അവരെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരും. എൻ്റെ കാജലിൻ്റെ അവസ്ഥയാണ്. പുതിയത് വന്നില്ല, എന്നാലും ഞാനിത് മാക്സിമം യൂസ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ലേസർ ചെയ്യാൻ പോകണം. അതെനിക്കൊരു 11 മണിയാകുമ്പോൾ പോയാൽ മതി. അപ്പം എൻ്റെ കുറച്ച് ലാമിനയുടെ പുതിയ ഓണം ഡിസൈൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ഈ ഓണത്തിന് നമ്മൾ കുറേ പുതിയ ഡിസൈൻസ് ഒക്കെ ഇറക്കുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ ലാമിനയിൽ സാരീസ് മാത്രമാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇനി കുറച്ച് കുർത്തീസ്, ഇൻഡോ വെസ്റ്റേൺ കുർത്തകൾ, പിന്നെ കുറച്ച് സ്കേർട്ട്, ടോപ്പ്, അങ്ങനെ കുറേ ഐറ്റംസും കൂടെ നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സാമ്പിൾ സ്റ്റിച്ച് ചെയ്ത് വന്നതാണ്.
ഇതൊരു എ ലൈൻ ഫ്രോക്ക് പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു സ്ട്രൈപ്സ് വന്നിട്ടുണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ്, ഒരു വലിയ ബട്ടർഫ്ലൈ, പിന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി ബട്ടർഫ്ലൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനിത് നേരെ എടുത്ത് കാണിക്കാവേ. ഓക്കെ, ഇതിൻ്റെ ക്ലോസ് കാണിക്കാം. നെക്സ്റ്റ് ഒരു ധാവണിയാണ്. നല്ലൊരു ഓഫ് വൈറ്റ് സ്കേർട്ടിൽ, ഒരു അംബ്രല്ല സ്കേർട്ടാണ്. ഓഫ് വൈറ്റ് സ്കേർട്ടിൽ ചെറിയ ചെറിയ ബൂട്ടാസ് വരുന്ന ഒരു സ്കേർട്ട്, ടോപ്പ്. ഇതിൽ നമ്മൾ ചെറിയ ഹാൻഡ് വർക്ക്, അതായത് അഫോർഡബിൾ റേറ്റിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക്സ് ഒന്നും നമ്മൾ ഇപ്രാവശ്യം ഓണം സീരീസിൽ ഇറക്കുന്നില്ല. ഹെവി ആയിട്ട് വേണ്ടവർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചെറിയ ഹാൻഡ് വർക്ക്സ് ആണ്. കാരണം അഫോർഡബിൾ പ്രൈസിൽ നല്ല പ്രോഡക്ട്സ് കൊടുക്കുക എന്നുള്ള ഇതിലാണ് ഞാൻ ഈ ഒരു ചെറിയ ഹാൻഡ് വർക്ക്സ്. കാരണം ഇതിൻ്റെ ഈ നെക്കിലൊക്കെ ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, കയ്യിലും. പിന്നെ ഈ ഒരു ഷോൾ. ഇതിൻ്റെ ഫോട്ടോസ് ഇന്ന് നാളെയായിട്ട് എടുത്ത് ഉടനെ തന്നെ സെയിലിന് ഇടുന്നതായിരിക്കും. പിന്നെ ലാമിയയുടെ വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പൊട്ടിക്കുന്നത് വലിയ ഇതെല്ലാം ഓണത്തിൻ്റെ സ്പെഷ്യൽ എഡിഷൻസ് ആണ്. കയ്യിലെല്ലാം നമ്മൾ ചെറിയ ചെറിയ വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു ഇത് നമ്മളൊരു സൽവാർ മോഡൽ എടുത്തതാണ്. ഇതിന് ഷോളുണ്ട്. ഇതെല്ലാം ക്ലോസ് ഞാൻ കാണിച്ചു തരാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദിസ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിതാണ്. നല്ല ഭംഗിയായിട്ട് ഞാനിത് വേണമെങ്കിൽ ഇട്ട് കാണിക്കാം. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസും ഡിസൈൻസുമാണ് ഇപ്രാവശ്യം നമ്മൾ ലാമിയയിൽ ഓണത്തിന് ഇറക്കുന്നത്. കാരണം നമ്മൾ ഓണത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടുള്ളതും പിന്നെ ഒത്തിരി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. സോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എന്നാൽ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാറ്റേൺസ് ആൻഡ് ഡിസൈൻ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു. കാരണം ഓണത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം നമുക്കത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സെറ്റ് മോഡൽ അല്ലെങ്കിൽ സെറ്റ് സാരി അതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലല്ലോ. പിന്നീടും ഉപയോഗിക്കാൻ വല്ല കല്യാണത്തിൻ്റെ തലേന്നോ പാർട്ടിക്കോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് ഈ പ്രാവശ്യം നമ്മൾ സ്പെഷ്യലായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ പോകുന്നത് ശാസ്തമംഗലത്തുള്ള സ്പോട്ട്ലെസ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലാണ്. ഞാൻ എൻ്റെ മുഖത്തെ ഗ്ലെയർ ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെയാണ് ചെയ്തത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ലേസർ ട്രീറ്റ്മെൻറ്റാണ്, ഫേഷ്യൽ ഹെയറിൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ട്.
സെഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ സിറ്റിംഗ് ആണ്. ഇപ്പം തന്നെ എനിക്ക് അത്യാവശ്യം മറ്റത് ഡെയിലി എനിക്കിത് എടുത്ത് കളയേണ്ട അവസ്ഥയാണ്. പക്ഷെ ഇപ്പം അതൊത്തിരി മാറിയിട്ടുണ്ട്. നല്ല ഹെയർ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട് എനിക്ക്. അത് കാരണം കുറച്ച് എന്താ പറയുക, ഫേസ് കുറച്ചും കൂടെ ഒരു ഉള്ള കളർ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റത് എപ്പോഴും ഡള്ളായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു ഈ ഹെയർസ് ഇരിക്കുമ്പോൾ. ഒരു സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ മുതലേ എനിക്ക് അത്യാവശ്യം നല്ല മാറ്റം. ഇത് ശാസ്ത്രമംഗലത്ത് ഉള്ളതാണ്. എനിക്ക് കുറച്ചും കൂടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്സ് പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇവിടെയാണ് ഗ്ലെയർ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തത്. കാരണം നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. ഓ മൈ ഗോഡ്, താക്കോല് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, കുറച്ച് ഇന്ന് വന്ന ഡ്രസ്സൊക്കെ ഒന്ന് ഫോട്ടോഷൂട്ട് എടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.